ഒരു ക്ലാസ്സിലെ 20 കുട്ടികളുടെ ശരാശരി വയസ്സ് 8 ആണ്. ടീച്ചറിനെയും കൂടി ഉൾപ്പെടുത്തിയാൽ ശരാശരി വയസ്സ് 10 ആകും. എങ്കിൽ ടീച്ചറിൻ്റെ വയസ്സ് എത്ര? ഇവിടെ ഒരു ക്ലാസ്സിലെ 20 കുട്ടികളുടെ ശരാശരി വയസ്സ് 8 ആണെന്ന് നൽകിയിട്ടുണ്ട്. ടീച്ചറിനെയും കൂടി ഉൾപ്പെടുത്തിയാൽ ശരാശരി വയസ്സ് 10 ആകും. അങ്ങനെയെങ്കിൽ ടീച്ചറിൻ്റെ വയസ്സ് എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇവരുടെ വയസ്സുകളുടെ തുക ഉപയോഗിക്കാം. അതായത് ശരാശരിയെ കുട്ടികളുടെ എണ്ണം കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികളുടെ വയസ്സുകളുടെ തുക കിട്ടും. അതായത് 20 കുട്ടികളുടെ ശരാശരി വയസ്സ് 8 ആണ്. ഈ 8നെ കുട്ടികളുടെ എണ്ണമായ 20 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 20 പേരുടെ വയസ്സുകളുടെ തുക കിട്ടും. 20 ഗുണം 8 സമം 160 ആണ് 20 കുട്ടികളുടെ വയസ്സുകളുടെ തുക. ഇനി ടീച്ചറിനെയും കൂടി ഉൾപ്പെടുത്തുമ്പോൾ ആൾക്കാരുടെ എണ്ണം 21 ആയി. അപ്പോൾ 21 പേരുടെ വയസ്സുകളുടെ തുക കിട്ടാനായിട്ട് 21 കൊണ്ട് 21 പേരുടെ ശരാശരി വയസ്സായ 10നെ ഗുണിക്കുക. 21 ഗുണം 10 210. അപ്പോൾ ടീച്ചറിനെ ഉൾപ്പെടുത്തിയപ്പോൾ വയസ്സുകളുടെ തുക 210 ആണ്. ടീച്ചർ ഇല്ലാതെ കുട്ടികളുടെ മാത്രം വയസ്സുകളുടെ തുക 160 ആണ്. അപ്പോൾ ടീച്ചറിൻ്റെ പ്രായം കിട്ടാനായിട്ട് 210 നിന്ന് 160 കുറച്ചാൽ മതി. അതായത് 50 വയസ്സ്. അപ്പോൾ ടീച്ചറിൻ്റെ പ്രായം 50 വയസ്സാണ്. ശരിയുത്തരം ഓപ്ഷൻ ബി. ഒരു സംഖ്യയുടെ 16% 48 ആയാൽ ആ സംഖ്യയുടെ 20% എത്ര? ഇവിടെ ഒരു സംഖ്യയുടെ 16% 48 ആണെന്ന് നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ 20% എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കി തന്നെ ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാം. ഓർക്കുക 16% 48 ആണ്. അപ്പോൾ 20% എന്ന് പറയുമ്പോൾ 48നേക്കാൾ വലിയൊരു സംഖ്യയായിരിക്കും. അപ്പോൾ 48നേക്കാൾ വലിയൊരു സംഖ്യയായിട്ട് ഓപ്ഷൻസിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ സി 60. അതുകൊണ്ട് ഉത്തരമായി വരാവുന്നത് ഓപ്ഷൻ സി 60 ആണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. 16% 48 ആണ്. അങ്ങനെയെങ്കിൽ 1% എത്ര വരും? 1% കിട്ടാൻ 48നെ 16 കൊണ്ട് ഹരിച്ചാൽ മതി. 48/16 3 വരും. 1% 3 ആണെങ്കിൽ 20% കിട്ടാൻ ഈ 3നെ 20 കൊണ്ട് ഗുണിച്ചാൽ മതി. 3 ഗുണം 20 3 20 60. അപ്പോൾ സംഖ്യയുടെ 20% 60 ആണ്. നമ്മൾ ഉദ്ദേശിച്ച ഓപ്ഷൻ സി തന്നെയാണ് ശരിയുത്തരം. ഓപ്ഷൻ സി 60. രാജുവും രാധയും കൂടി ഒരു തുക 5:4 എന്ന അംശബന്ധത്തിൽ വീതിച്ചപ്പോൾ രാധയ്ക്ക് 640 രൂപ കിട്ടി. എങ്കിൽ ആകെ എത്ര രൂപയാണ് വീതിച്ചത്? ഇവിടെ രാജുവും രാധയും കൂടി ഒരു തുക 5:4 എന്ന അംശബന്ധത്തിൽ വീതിച്ചു. അപ്പോൾ രാധയ്ക്ക് 640 രൂപ കിട്ടി. അങ്ങനെയെങ്കിൽ ആകെ എത്ര രൂപയാണ് വീതിച്ചതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആ തുക എന്ന് പറയുന്നത് എക്സ് രൂപ എന്നെടുക്കുക. അങ്ങനെയെങ്കിൽ എക്സ് രൂപയെ 5:4 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുമ്പോഴാണ് 640 രൂപ രാധയ്ക്ക് കിട്ടിയത്. രാധയ്ക്ക് കിട്ടിയതാണ് ഇതിലെ 4 ഭാഗം. രാജുവിന് കിട്ടിയത് 5 ഭാഗം. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുക. രണ്ടും കൂടെ കൂട്ടുമ്പോൾ 9 വരും. അപ്പോൾ രാധയ്ക്ക് ഈ 9 ഭാഗത്തിൽ 4 ഭാഗമാണ് കിട്ടിയത്. ആകെ തുകയുടെ 9ൽ 4 ഭാഗമാണ് രാധയ്ക്ക് കിട്ടിയത്. അപ്പോൾ ആകെ തുക നമ്മൾ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ എക്സിൻ്റെ 9ൽ 4 ഭാഗമാണ് രാധയ്ക്ക് കിട്ടിയത്. ഇതാണ് 640 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു ഇക്വേഷൻ എടുക്കാം. എക്സ് ഗുണം 9ൽ 4 സമം 640. ഇനി ഇത് സോൾവ് ചെയ്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അതിനായിട്ട് ഈ 9ൽ 4നെ വലതുവശത്തേക്ക് കൊണ്ടുപോകണം. വലതുവശത്ത് ചെല്ലുമ്പോൾ 9ൽ 4ൻ്റെ വ്യുൽക്രമം എഴുതുക. അതായത് 640 ഗുണം 4ൽ 9 എന്ന് എഴുതുക. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 64നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാവുന്നൊരു സംഖ്യയാണ്. 64നെ 4 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 16 ആണ് കിട്ടുക. അപ്പോൾ 640നെ 4 കൊണ്ട് ഹരിച്ചാൽ 160 വരും. അപ്പോൾ 160 ഗുണം 9 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് 1440 വരും. 1440. അപ്പോൾ തുക 1440 രൂപയാണ്. ശരിയുത്തരം ഓപ്ഷൻ ഡി 1440. ഒരു വൃത്തത്തിൻ്റെ ആരം വശത്തിൻ്റെ നീളം 4 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവിനോട് തുല്യമാണ്. എങ്കിൽ ആ വൃത്തത്തിൻ്റെ ചുറ്റളവ് എത്ര? നമുക്കിവിടെ ഒരു വൃത്തത്തിൻ്റെ ചുറ്റളവാണ് കണ്ടുപിടിക്കേണ്ടത്. വൃത്തത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം 2πr ആണ്. വൃത്തത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം 2πr. ഇതിൽ r ആരമാണ്. അപ്പോൾ ഈ വൃത്തത്തിൻ്റെ ആരം അറിയാമെങ്കിൽ നമുക്ക് ചുറ്റളവ് കണ്ടുപിടിക്കാം. ഇനി വൃത്തത്തിൻ്റെ ആരത്തിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് നോക്കുക. വൃത്തത്തിൻ്റെ ആരം വശത്തിൻ്റെ നീളം 4 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവിനോട് തുല്യമാണ്. അപ്പോൾ വശത്തിൻ്റെ നീളം 4 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിച്ചാൽ ആ അളവാണ് വൃത്തത്തിൻ്റെ ആരം. അപ്പോൾ നമുക്ക് ആദ്യം സമചതുരത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കണം. സമചതുരത്തിൻ്റെ ഒരു വശത്തിനെ എ കൊണ്ട് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എ സമം 4 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഒരു വശം എ ആണെങ്കിൽ ചുറ്റളവ് 4a ആയിരിക്കും. സമചതുരമാണ്, എല്ലാ വശത്തിനും ഒരേ നീളമാണ്. അപ്പോൾ 4 ഗുണം 4 സമം 16 സെൻറ്റിമീറ്റർ എന്ന് വരും. അതായത് ചുറ്റളവ് 16 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇത് തന്നെയാണ് വൃത്തത്തിൻ്റെ ആരം. അപ്പോൾ വൃത്തത്തിൻ്റെ ആരം
ആറിന് 16 എന്ന് കൊടുക്കുക, 16 സെൻറ്റിമീറ്റർ. അപ്പോൾ ചുറ്റളവ് എത്ര വരും? 2 ഗുണം പൈ ഗുണം ആറിൻ്റെ സ്ഥാനത്ത് 16, 16 2 32, 32 പൈ സെൻറ്റിമീറ്ററാണ് വൃത്തത്തിൻ്റെ ചുറ്റളവ്. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ എ 32 പൈ സെൻറ്റിമീറ്റർ. നോക്കുക, ഈ ബിയിൽ 32 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് നൽകിയിരിക്കുന്നത്. സെൻറ്റിമീറ്റർ സ്ക്വയർ പരപ്പളവ് അഥവാ ഏരിയ, അതിൻ്റെ യൂണിറ്റാണ് സെൻറ്റിമീറ്റർ സ്ക്വയർ. ചുറ്റളവിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ മീറ്റർ അങ്ങനെയേ വരുള്ളൂ. 5 ലക്ഷം രൂപയ്ക്ക് 5% പലിശ നിരക്കിൽ 5 വർഷത്തേക്ക് സാധാരണ പലിശ എത്ര രൂപയാകും? ഇവിടെ 5 ലക്ഷം രൂപയുടെ 5% നിരക്കിലുള്ള 5 വർഷത്തേനുള്ള സാധാരണ പലിശയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സാധാരണ പലിശ കണ്ടുപിടിക്കാൻ നമുക്കൊരു സൂത്രവാക്യമുണ്ട്, I=PNR. ഇതിലെ പി മുതലാണ്, ഇവിടെ 5 ലക്ഷം, ഇതാണ് 5 ലക്ഷം. ഇനി n നമ്പർ ഓഫ് ഇയേഴ്സ്, വർഷങ്ങളുടെ എണ്ണം, ഇവിടെ 5 വർഷമാണ്, അതുകൊണ്ട് n-ന് 5 എന്ന് കൊടുക്കുക. R പലിശ നിരക്കാണ് 5%, അതിനെ നമുക്ക് ഭിന്നസംഖ്യാ രൂപത്തിലാക്കണം, അതായത് 100-5. ഈ വാല്യൂസ് ഇവിടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 ലക്ഷം ഗുണം 5 ഗുണം 100-5 എന്ന് വരും. നമുക്ക് ഈ 100-ലെ 2 പൂജ്യങ്ങളും 5 ലക്ഷത്തിലെ 2 പൂജ്യങ്ങളും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 5000 ഗുണം 5 ഗുണം 5 എന്ന് വരും. 5 ഗുണം 5 25, 25 ഗുണം 5 125. അപ്പോൾ 125 3 പൂജ്യം കൂടെ എഴുതിയാൽ മതി. 125 3 പൂജ്യം, അതായത് 1,25,000 രൂപയാണ് 5 വർഷത്തെ പലിശ. ശരി ഉത്തരം ഓപ്ഷൻ ഡി 1,25,000.